ലോകത്തെ ഏറ്റവും പവർഫുള്ളായ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഏറ്റവും കോടീശ്വരനായ മസ്ക്, ഇവർ തമ്മിലിപ്പം അടിച്ചു പിരിഞ്ഞു നയിക്കുന്നത്. ഇതിൻ്റെ കാരണം വൈറ്റ് ഹൗസിൽ വെച്ചുണ്ടായ ഒരു സംഭവമാണെന്ന് കേൾക്കുന്നു. അതായിരുന്നു ശരിക്കും തുടക്കം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എലൻ മസ്കിനെ തല്ലി. ട്രംപ് അല്ല തല്ലിയത്, ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് ആണ് തല്ലിയത്. അവർ തമ്മിൽ ഏപ്രിൽ മുതൽ വലിയ തർക്കങ്ങൾ അവിടെ നടക്കുന്നുണ്ടായിരുന്നു വൈറ്റ് ഹൗസിൽ. വൈറ്റ് ഹൗസിൻ്റെ വെസ്റ്റ് വിങ് എന്ന് പറയും. വെസ്റ്റ് വിങ്ങിലാണ് ഈ ഓവൽ ഓഫീസ്. നമ്മൾ നോർത്ത് ബ്ലോക്ക് സൗത്ത് ബ്ലോക്ക് എന്നൊക്കെ പറയില്ലേ ഡൽഹിയിൽ. വെസ്റ്റ് വിങ്ങിലാണ് ഈ ഓവൽ ഓഫീസ്. ഈ മുതിർന്ന സ്റ്റാഫ് അവരുടെയൊക്കെ ഓഫീസും വെസ്റ്റ് വിങ്ങിലാണ്. വൈറ്റ് ഹൗസിൻ്റെ ചീഫ് ഓഫ് സ്റ്റാഫ് ഇരിക്കുന്നത് അവിടെയാണ്. ഓവൽ ഓഫീസിലാണ് ട്രംപ് ഇരിക്കുന്നത്. ഉപദേഷ്ടാക്കൾ ഇരിക്കുന്നതും വെസ്റ്റ് വിങ്ങിലാണ്. ക്യാബിനറ്റ് റൂം എന്ന് പറഞ്ഞാൽ ഈ സെക്രട്ടറി, ട്രഷറി സെക്രട്ടറി, ഇവരൊക്കെയാണ് ഈ മന്ത്രിമാരെന്ന് പറയുന്നത്, ക്യാബിനറ്റിലെ അംഗങ്ങൾ. ഈ ഓരോ സെക്രട്ടറിമാരില്ലേ, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്, വിദേശകാര്യ സെക്രട്ടറി, ഇങ്ങനത്തെ ആളുകളൊക്കെയാണ് ഈ ക്യാബിനറ്റിലെ അംഗങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ സിറ്റുവേഷൻ റൂം, പ്രസ് ബ്രീഫിംഗ് റൂം, ഇതൊക്കെ ഈ വെസ്റ്റ് വിങ്ങിലാണ്. അപ്പോൾ ഈ വെസ്റ്റ് വിങ്ങിലാണ് ഈ അടി നടന്നിരിക്കുന്നത്, ട്രംപിനിട്ട് അടി കൊണ്ടിരിക്കുന്നത്. ഇത് ഡെയിലി മെയിലിൽ ട്രംപിൻ്റെ ഒരു മുൻ ഉപദേഷ്ടാവ് വെളിപ്പെടുത്തിയതാണ്. ന്യൂസ് വീക്കിലും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്കോട്ട് ബെസന്റ് ട്രഷറി സെക്രട്ടറി ഈ ട്രംപിൻ്റെ ക്യാബിനറ്റിലെ സുവർഗാനുരാഗിയായ അറിയപ്പെടുന്ന എന്ന് പറഞ്ഞാൽ ആ കൂട്ടത്തിൽ ഗേ അല്ലെങ്കിൽ ഹോമോസെക്ഷൽ എന്ന് പറയുന്ന ഏക മന്ത്രിയാണ്, അതെ വ്യക്തിയാണ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ്. പക്ഷേ ഇക്കണോമിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് വളരെ അറിയപ്പെടുന്ന ആളും ഒക്കെയാണ്. അപ്പോൾ ഇക്കണോമിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഇയാൾ പറയുന്നത്, മസ്ക് പറയുന്ന പലതിനോടും യോജിച്ചു പോകാൻ പറ്റില്ല, അതാണ്. അപ്പോൾ മസ്ക് ഇയാളും തമ്മിൽ തർക്കം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, IRS കമ്മീഷണർ ആരായിരിക്കണം എന്ന് പറഞ്ഞാൽ റവന്യൂ സർവീസ്, അവിടുത്തെ IRS, ഇൻറ്റേർണൽ റവന്യൂ സർവീസ്, അതാണ് അവിടുത്തെ IRS, അതിൻ്റെ കമ്മീഷണർ ആരായിരിക്കണം എന്നുള്ളതിനെപ്പറ്റി രണ്ടുപേരും തമ്മിൽ ശണ്ട ഉണ്ടായി. അപ്പോൾ ബെസന്റ് യെയിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ച് വന്നിട്ടുള്ള ഗ്രാജുവേറ്റാണ്. ഈ ഹെഡ്ജ് ഫണ്ട്, അതായത് ഈ ഓഹരി കച്ചവടം, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതിലൊക്കെ നല്ല മിടുക്കുള്ള ആളാണ്. പിന്നെ അപ്പോൾ രണ്ടുപേരുടെ മനസ്സിൽ ഓരോ ആൾ ഉണ്ടായിരുന്നു IRS കമ്മീഷണർ ആരായിരിക്കണം എന്നത് സംബന്ധിച്ച്. അപ്പോൾ അവർ തമ്മിൽ ഏപ്രിൽ മധ്യം മുതൽ ഈ കാര്യത്തിൽ തർക്കങ്ങളുണ്ട്. ഈ IRS കമ്മീഷണർ ആരായിരിക്കണം എന്നുള്ള കാര്യം ഇവർ രണ്ടുപേരും കൂടി ട്രംപിൻ്റെ ഓവൽ ഓഫീസിൽ പോയിട്ട് ട്രംപുമായിട്ടിരുന്ന് ചർച്ച ചെയ്തു. മസ്ക് പിന്തുണച്ചത് ഗാരി ഷേപ്ലി എന്ന് പറഞ്ഞ ആളെയാണ്. മുൻ IRS ഇൻവെസ്റ്റിഗേറ്ററാണ് ഈ ഗാരി ഷേപ്ലി. എന്ന് പറയുമ്പോൾ ബൈഡൻ്റെ മകനുണ്ടല്ലോ, ഹണ്ടർ ബൈഡനെതിരെ ഒരുപാട് ആരോപണങ്ങൾ ബൈഡൻ ഭരിക്കുന്ന കാലത്ത് ഉണ്ടായിരുന്നു. ഡ്രഗ് അബ്യൂസ് അല്ലേ, മയക്കുമരുന്നിൻ്റെ അടിമയാണ് എന്ന് പറഞ്ഞിട്ടൊരു വിസിൽ ബ്ലോവർ കേസ് ഉണ്ടായിരുന്നു. 2024 ഹണ്ടർ ബൈഡന് ശിക്ഷ കിട്ടി. ഈ മയക്കുമരുന്ന്, തോക്ക് അനധികൃതമായിട്ട് കൈവശം വെച്ചത്, പിന്നെ വിദേശത്തൊക്കെ പല കച്ചവടം നടത്തിയിട്ട് ടാക്സ് കൊടുക്കാത്തത്, ഇങ്ങനത്തെ കേസുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കേസുകളൊക്കെ അന്വേഷിച്ച ഗാരി ഷേപ്ലിയെ IRS കമ്മീഷണറായിട്ട് വെക്കാം എന്നാണ് മസ്ക് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ സ്കോട്ട് ബെസന്റ് ട്രഷറി സെക്രട്ടറി, അദ്ദേഹം പറഞ്ഞു മൈക്കിൾ ഫോക്കൻഡറെ നമുക്ക് നിയമിക്കാം. മൈക്കിൾ ഫോക്കൻഡർ മേക്ക് അമേരിക്ക ഗ്രേറ്റില്ലേ, മാഗ, അതിൻ്റെ ഇക്കണോമിസ്റ്റാണ്. മേക്ക് അമേരിക്ക ഗ്രേറ്റ് എന്ന് പറഞ്ഞ നയത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഇക്കണോമിസ്റ്റാണ്. മാത്രമല്ല അദ്ദേഹത്തിന് ഈ ട്രഷറി എക്സ്പീരിയൻസ്, ട്രഷറി കൈകാര്യം ചെയ്തിട്ടുള്ള അനുഭവങ്ങൾ ധാരാളം ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ ആക്കാം എന്ന് ബെസന്റ് പറഞ്ഞു. ട്രംപ് ബെസന്റിൻ്റെ കൂടെ നിന്നു. അതിൻ്റെ അകത്ത് ഒരു ന്യായമുണ്ട്. കാരണം അവിടുത്തെ ട്രഷറി സെക്രട്ടറിയാണ് ഈ
ആളുകൾ അമേരിക്ക എന്നൊക്കെ പറയുമ്പോഴും വലിയ ധനിക രാജ്യം എന്നൊക്കെ പറയുമ്പോഴും ട്രഷറി പൂട്ടുന്ന മുന്നറിയിപ്പുകൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുണ്ടല്ലോ. ട്രഷറി സെക്രട്ടറി പൈസ ഇല്ല, പൂട്ടേണ്ടി വരും. പിന്നെ കോൺഗ്രസിനോട് ബജറ്റ് കൂട്ടാനൊക്കെ പറയും, ഇല്ലേ, പരിധി കൂട്ടാനും ഒക്കെ പറയും. ഇതൊക്കെ ട്രഷറി സെക്രട്ടറി, ഇപ്പോൾ ട്രഷറി സെക്രട്ടറി IRSൻ്റെ കമ്മീഷണറായിട്ട് ഒരാളെ പറയുമ്പോൾ ട്രംപ് അതിൻ്റെ കൂടെ നിൽക്കാനല്ലേ പറ്റൂ. അപ്പോൾ ട്രംപ് ഇയാളുടെ കൂടെ നിന്നില്ല, മസ്കിൻ്റെ കൂടെ നിന്നില്ല. അത് വല്ലാത്തൊരടിയായിട്ട് മസ്കിന് അനുഭവപ്പെട്ടു. ആ മീറ്റിംഗ് ഇങ്ങനെ അടി കിട്ടിയെങ്കിലും മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് യഥാർത്ഥ അടി വരുന്നത്. അതാണ് അവർ ഈ ഓവൽ ഓഫീസിൽ നിന്ന് രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങുന്നു. മസ്കും ഈ ബസന്റും പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവർ ഈ ഹോൾ വേ, പുറത്തേക്കുള്ള വഴിയിലേക്ക് രണ്ടുപേരും പ്രവേശിക്കുന്നു. അപ്പോൾ ഈ ട്രംപിനെ വിട്ടിട്ട് രണ്ടുപേരും കൂടി ഇറങ്ങി പുറത്തേക്ക് വന്നാണ് ഈ ഹോൾവേയിൽ വെച്ചിട്ട് രണ്ടുപേരും തമ്മിൽ തർക്കമായി. ഇതാണ് ഞാൻ പറഞ്ഞത് കേട്ടൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെയും ആളുകൾ പറയുന്നത് പോലെ തന്നെ വർത്തമാനമൊക്കെ ആയിട്ട് തർക്കമായി. അപ്പോൾ ഈ ട്രംപിൻ്റെ മുൻ ഉപദേഷ്ടാവ് സ്റ്റീഫൻ കെ ബാനൻ ആണ് ഈ വിവരങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബസന്റ് മസ്കിനോട് ചോദിച്ചു, താൻ പറഞ്ഞാണല്ലോ ഈ സർക്കാരിൻ്റെ 1 ട്രില്യൺ ഈ വേസ്റ്റ് ആയിട്ട് ചിലവാകുന്നുണ്ട്, അത് കുറച്ച് കൊണ്ടുവരുന്ന താൻ പറഞ്ഞാണല്ലോ, അതിലൊരു നടപടി ആയിട്ടില്ലല്ലോ, ഇത് വെറുതെ തള്ളു മാത്രമാണല്ലോ. നിങ്ങൾ 1 ട്രില്യൺ കുറയ്ക്കും മറ്റേ DOGയുടെ ആളെന്നുള്ള നിലയ്ക്ക് അല്ലേ, എന്നിട്ട് നിങ്ങളത് ചെയ്തില്ല. എന്നിട്ട് ബസന്റ് മസ്കിനോട് പറഞ്ഞു, യു ആർ എ ഫ്രോഡ്, യു ആർ എ ടോട്ടൽ ഫ്രോഡ്. താനൊരു തട്ടിപ്പുകാരന്, താൻ സമ്പൂർണ്ണമായിട്ടും തട്ടിപ്പുകാരനാണ് ബസന്റ് മസ്കിനോട് പറഞ്ഞു തർക്കത്തിൻ്റെ ഒടുവിൽ. അപ്പം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ രോഷാകുലനായി. മസ്ക് രോഷാകുലനായിട്ട്, അവിടുത്തെ വലിയ കളിയാണല്ലോ ഈ റഗ്ബി, അതിലൊക്കെ ശോഭം കൊണ്ട് കഴിഞ്ഞാൽ ആളുകൾ പലതും ചെയ്യുന്നത് പോലെ മസ്കിൻ്റെ ചുമല് കൊണ്ടുപോയിട്ട് ഈ ചില ഗുണ്ടകളൊക്കെ ചന്തയിലൊക്കെ ചെയ്യുന്ന പോലെ ഇയാളുടെ ഈ വാരിയലിൻ്റെ ഭാഗത്തേക്ക് മുട്ടിച്ചു കൊണ്ടുപോയിട്ട്. മസ്കിന് നല്ല പൊക്കമൊക്കെ ഉണ്ടല്ലോ. അപ്പോഴാണ് ഈ മുഖത്ത് നോക്കി നന്നായിട്ട് പഠിച്ചത് ബസന്റ്. നിങ്ങൾ ഈ മസ്കിൻ്റെ ചില ചിത്രങ്ങൾ കണ്ടറിയാം, ഇടയ്ക്ക് ഈ ഗണേഷ് കുമാർ അടി കിട്ടിയിട്ട് ഗണേഷ് കുമാറിൻ്റെ മുഖം ഉണ്ടായിരുന്നു, അതുപോലെ മസ്കിൻ്റെ ഈ കണ്ണിൻ്റെ അവിടെയൊക്കെ വിങ്ങിയിട്ട് ആ ഒരു പ്രസ് ബ്രീഫിങ്ങിൽ ഇരുന്നപ്പോൾ ആ പാടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സഹായികൾ ഏത് ചന്തയിലും ഈ പിടിച്ചു മാറ്റാനായിട്ട് 2 വശത്തുനിന്ന് ആളുകൾ ഓടിക്കൂടുമല്ലോ, അങ്ങനെ ഓടിക്കൂടി. ഇത് ഈ അടി നടക്കുന്നത് ഇവർ നടന്നു വന്നിട്ട് അവിടുത്തെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിൻ്റെ മുറിയുടെ തൊട്ട് പുറത്താണ്, NSA യുടെ തൊട്ട് പുറത്ത്. അപ്പം മസ്കിനെ ആളുകൾ പിടിച്ച് അയാളെ പുറത്തേക്ക് കൊണ്ടുപോയി, 4-5 പേര് കൂടെ നിന്നിട്ട്. അല്ലെങ്കിൽ എന്നെ വീട് എന്ന് പറഞ്ഞിട്ട് വീണ്ടും അടിക്കാനായിട്ട്, അങ്ങനെയല്ലേ സാധാരണ ആളുകൾ ചെയ്യാറ്, വീണ്ടും പിടക്കാനുമൊക്കെ. അയാളെ കൊണ്ടുപോയി. ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ട്രംപ് പറഞ്ഞു, ദിസ് ഇസ് ടു മച്ച് എന്ന് പറഞ്ഞു. ഇത് വല്ലാത്ത സംഭവമായിപ്പോയി. കാരണം ട്രംപ് ഒരാളെ പിന്തുണച്ച് കഴിഞ്ഞാണല്ലോ, പിന്നെ അതിൻ്റെ അകത്ത് അടിയുടെ ഒന്നും ആവശ്യമില്ല, അത് പറഞ്ഞിട്ട് തർക്കിക്കേണ്ട കാര്യമില്ല. അപ്പോൾ മസ്കിനെ പിന്നീട് ഒരു പ്രസ് മീറ്റിൽ പരിക്കുകളുള്ള കണ്ണുമായിട്ട് കണ്ടിരുന്നു. കണ്ടപ്പോൾ ആളുകൾ ചോദിച്ചിരുന്നു ഇതെന്ത് പറ്റിയതാണെന്ന്. മോനുമായിട്ട് ഒരു പോരാട്ടം നടത്തി കഴിഞ്ഞപ്പോൾ പറ്റിയതാണെന്നാണ് പൊതുവെ പറഞ്ഞത്, മസ്ക് പറഞ്ഞത്. മകനുമായിട്ട് എന്തോ കളിച്ചു കഴിഞ്ഞപ്പോൾ പറ്റിയതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ മസ്ക് അവിടെ ലിങ്കൺ ബെഡ്റൂം എന്ന് പറയുന്ന മുറിയിൽ, എബ്രഹാം ലിങ്കൻ്റെ കിടപ്പ് മുറിയായിരുന്ന സ്ഥലമായിരിക്കണം, അവിടെയാണ് അയാളുടെ ഓഫീസ്. അപ്പോൾ അവിടെ നിന്ന് പലരെയും വെറുപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഈ DOGയുടെ ആൾ എന്നുള്ള നിലയ്ക്ക്. ഈ എല്ലാ ആഴ്ചയിലും 5 കാര്യങ്ങൾ ചെയ്ത് തീർത്തത് എല്ലാ ഉദ്യോഗസ്ഥന്മാരും അയാൾക്ക് ഇമെയിൽ ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് എഫിഷ്യൻസി DOG അതിൻ്റെ ആളെന്നുള്ള നിലയ്ക്ക്.
പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഓഡിറ്റ് നടക്കും, മര്യാദയ്ക്ക് ജോലി ചെയ്യാത്തവർ പിരിച്ചുവിടും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഓഫീസുകളിലൊക്കെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ വന്നിരുന്നു. പിന്നെ ഈ ഫെഡറൽ ബിൽഡിങ്ങുകൾ, കെട്ടിടങ്ങളിലൊക്കെ ഈ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിലൊക്കെ ബെസന്റ്, ഈ ട്രഷറി സെക്രട്ടറി പറഞ്ഞതാണ് നടന്നത്. ഇതൊക്കെ ശാന്തമാക്കാൻ വേണ്ടി ബെസന്റ് ഇടപെട്ടിട്ട് മസ്കിനെതിരെ. അപ്പോൾ അങ്ങനെ മുതൽ ഏപ്രിൽ മുതൽ ഇവർ തർക്കങ്ങളുണ്ട്. മെയ് ആയിക്കഴിഞ്ഞപ്പോൾ ട്രംപ് മസ്കിൽ നിന്ന് അകലാൻ തുടങ്ങി, ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ളത് കൊണ്ട്. പിന്നെ ഇയാൾ ഒരുപാട് ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട് മസ്ക് എന്ന് പറഞ്ഞ് അതും ട്രംപ് ഒരു ആരോപണമായിട്ട് ഉന്നയിച്ചു. പിന്നെ ടെസ്ല സ്പേസ് എക്സ്, അത് കൂടുതൽ കരാറുകൾ നേടുന്നത് ഒരു വിഷയമായിട്ട് വന്നു. പിന്നെ ജാറേദ് ഐസക്മാൻ്റെ നാസ നാമനിർദ്ദേശം, അതിൻ്റെ ഡയറക്ടറൊക്കെ ആയിട്ട് അതിൻ്റെ അകത്ത് തർക്കം വന്നു. പിന്നെ മസ്ക് ട്രംപിൻ്റെ ടാക്സ് ആൻഡ് സ്പെൻഡിങ് ബിൽ അതിനെതിരെ നിലകൊണ്ടു. ബ്യൂട്ടിഫുൾ ബിൽ എന്നോ മറ്റൊക്കെ പറയുന്ന അതിനെതിരെ നിലകൊണ്ടു. സ്വന്തമായിട്ട് പാർട്ടി അനൗൺസ് ചെയ്തു, അല്ലേ, ദ അമേരിക്കൻ പാർട്ടി എന്ന് പറഞ്ഞു. പിന്നെ ആ എപ്സ്റ്റീൻ കേസിൽ പിള്ളേരെ പീഡിപ്പിച്ച ആളാണ് ഈ ട്രംപ് എന്ന ആരോപണമൊക്കെ ഉയർത്തി. അപ്പോൾ ഈ തർക്കങ്ങൾ ഏപ്രിൽ മുതൽ ഉരുണ്ടുകൂടി ഒരു അടികലശൽ, പിന്നെ രണ്ടുപേരും തമ്മിൽ പിരിയുന്നു. ഇതാണ് ഇങ്ങനെ ആണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള വെളിപ്പെടുത്തലാണ് ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.